ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു കടലക്കറി ഉണ്ടാക്കാം. ചുമന്ന കടല ഇത് രാത്രി വെള്ളത്തിൽ കുതിരാനിട്ടതാണ്. ഏകദേശം 8 മണിക്കൂറായി. എല്ലാം നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ഏകദേശം 3/4 ഗ്ലാസ് കടലയാണിത്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി 4-5 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്രഷർ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അതിനായി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കടല ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 4 to 5 വിസിൽ വരുന്നവരെ വേവിക്കാം. ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിം ആക്കി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കർ വിസിലെല്ലാം വന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നൊന്ന് നോക്കാം. കടലയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒരു കടല എടുത്ത് നമുക്ക് നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കറി ഉണ്ടാക്കാനുള്ള മറ്റാവശ്യമുള്ള സാധനങ്ങൾ: ഒരു 6 ചെറിയ അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു പച്ചമുളക്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളി, കടുക്, പെരുംജീരകത്തിൻ്റെ പൊടി, താളിക്കുന്നതിനായി 2 വറ്റൽമുളക്, 2 ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു 2 കറിവേപ്പില. പിന്നെ മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി. ഇത്രയാണ് ഇതിൻ്റെ മസാല. പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള വെള്ളം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കുക. പാത്രം ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ചൂടാകും. പാത്രം ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടി. അതിലേക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി ചേർത്തത്, എല്ലാം ചേർത്ത് ചെറുതായി മൂക്കുമ്പോൾ അതിലേക്ക് ഒരു സവാള. മല്ലിപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, പെരുംജീരകത്തിൻ്റെ പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. കൂടെ ഒന്ന് വഴറ്റാം. തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. കുറച്ചുകൂടെ വഴലാണെങ്കിൽ ഈ സമയം നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത്
അതിലേക്ക് 1 സ്പൂൺ കടല ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത് ഒന്ന് അരച്ചെടുക്കാം. കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ്. കടല നല്ല പേസ്റ്റായി അരച്ചിട്ടുണ്ട്. ഉള്ളി തക്കാളിയൊക്കെ ഒരുവിധം വഴണ്ടിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാല മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പാത്രം കഴുകിയ വെള്ളം കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഇതിൽ കിടന്ന് ഒന്ന് തിളക്കി സമയം കൊണ്ട് നമുക്ക് പ്രഷർ കുക്കറിൽ നിന്ന് കടല അരപ്പെല്ലാം നല്ലപോലെ തിളപ്പിട്ടുണ്ട്. കടല നമ്മൾ തിളപ്പിച്ച വെള്ളത്തോടു കൂടിയാണ് ചേർത്തത്. കടല വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വേവിക്കും. നമുക്ക് അടപ്പൊന്ന് തുറക്കാം. കടലയൊക്കെ നല്ലപോലെ വെന്ത് തിളയ്ക്കുന്നുണ്ട്. ഈ സമയം നമുക്കൊന്ന് ഇളക്കിയ ശേഷം ലോ ഫ്ലെയിമിൽ വെക്കാം. കടലയ്ക്കൊരു ചാറ് കുറുകിയതാകാൻ വേണ്ടി നമ്മൾ കുറച്ച് കടല അരച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിൽ ചേർക്കാം. അതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യും. ചാറെല്ലാം നല്ല കുറുകിയിട്ടുണ്ട്. ആ പാത്രം കഴുകിയ വെള്ളം ചേർക്കാം. ഈ സമയം നമുക്ക് ഇളക്കിയ ശേഷം ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. കടലയൊക്കെ ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഉപ്പും എല്ലാം കറക്റ്റാണ്. അടപ്പം തുറന്ന് നോക്കാം. കടലക്കറിയെല്ലാം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം താളിച്ച് ചേർക്കാം. അതിനായി ചെറിയ പാൻ അടുപ്പിൽ വെച്ചിട്ട് ചെറിയ പാൻ ഒന്ന് ചൂടാകട്ടെ. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. അതൊന്ന് ചൂടാകട്ടെ. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കും. പൊട്ടിയ ശേഷം നമുക്ക് കുഞ്ഞുള്ളി അരിഞ്ഞത് ഉള്ളി ചെറുതായി ഒന്ന് നോക്കുമ്പോൾ നമുക്ക് 2 ചുവന്ന മുളക് പച്ചമുളക് ഇടാം.
അത് നമുക്കൊരു തട്ട് കറിവേപ്പിലേക്ക് ഇളക്കിയ ശേഷം നമുക്ക് കറിയിലോട്ട് ചേർക്കാം. അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇളക്കി കൊടുക്കാം. കറി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല സ്വാദിഷ്ടമായ കടലക്കറി റെഡി. ഇത് നമ്മൾ പുട്ടിൻ്റെ കൂടെയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അടപ്പം തുറന്ന് നോക്കാം. കടലക്കറി റെഡിയായിട്ടാണ് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കടലക്കറി റെഡി. കറി നമുക്ക് പുട്ട്, അപ്പം, ഇടിയപ്പം എല്ലാത്തിനെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.